ഹലോ, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ്, നേരത്തെ ക്ലിപ്പിങ്ങിന്റെ തുടർച്ചയാണ്. 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് സ്ക്രീൻ കാസ്റ്റമാറ്റിക്കില് ഒരു ക്ലിപ്പിംഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ 15 മിനിറ്റിന്റെ തുടർച്ച. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞു വരുന്ന അഥലിയത്തുൽ ഹംലത്തുൽ ഫറസി എന്ന സ്ലൈഡ് ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൽ നമ്മൾ സംസാരിച്ചത് ഹർക്കത്ത് തർജമയെ കുറിച്ചാണ്. തർജമ, അതായത് ഷാമിലെ വിദ്യാർത്ഥികൾ, ഷാമിലെ കുറെ വിദ്യാർത്ഥികൾക്ക് ഫ്രഞ്ചും ഇംഗ്ലീഷും അറിയാമായിരുന്നു. കൂടാതെ മുഹമ്മദ് അലി ഭാഷ യൂറോപ്പിലേക്ക് അയച്ച പഠന സംഘങ്ങളും വിദ്യാർത്ഥികളുടേതും അതുപോലെ മുതിർന്നവരുടേതുമായ പഠന സംഘങ്ങൾ അവരേത് ലക്ഷ്യത്തിനാണ് അയച്ചത് അതെല്ലാം കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്നു. അപ്പോ അവര് മുഹമ്മദ് അലിയിലെ അതൊന്ന്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ മുഹാവലാത്ത് മദ്രസത്തുൽ അൽസിൻ, അതായത് മുഹമ്മദ് ഭാഷ നേരത്തെ സ്ഥാപിച്ച സ്കൂൾ ഓഫ് ലാംഗ്വേജസ് മദ്രസത്തുൽ അൽസിന്റെ കോൺട്രിബ്യൂഷൻ, അതിന്റെ പരിശ്രമങ്ങൾ, ഇതെല്ലാം സംഭവിപ്പിച്ചത്, അതിന്റെ എല്ലാം നതീജ എന്ന് പറയുന്നത് തർജുമാത്തുൽ അൽമിയ വൽ അദബിയ മിൻ അൽ-ഗർബ്, പാശ്ചാത്യമായ ശാസ്ത്ര, സാങ്കേതിക, വൈജ്ഞാനിക, സാഹിത്യ വിവർത്തനങ്ങളാണ് അറബിയിലേക്ക് വന്നപ്പോൾ. അതായത് അബ്ബാസിയ കാലഘട്ടത്തിലെ ബൈത്തുൽ ഹിക്മയുടെ വിവർത്തന കാലഘട്ടത്തിന് ശേഷം 5 നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി വീണ്ടും ഇത്തരത്തിലുള്ള ശക്തമായ വിവർത്തന സംരംഭങ്ങളാണ്. അതാണ് പ്രധാനപ്പെട്ട ഫ്രഞ്ച് സ്വാധീനങ്ങൾ ഉണ്ടായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും. അടുത്തത് അത്തിബ. അപ്പൊ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റിംഗ് പ്രസ്സുകൾ ആവശ്യമായി വന്നു. 1821 അത് വരുന്നത്. 1821 മത്ബഅത്ത് ബൂലാഖ് എന്ന് പറയുന്ന പ്രസ്ഥാനം, അത് അവിടെ കാണാം. അത്തിബ എന്ന് പറഞ്ഞാൽ മത്ബഅത്തുൽ മാറൂനിയ, മക്തബത്തുൽ കത്തോലിക്കിയ, മത്ബഅത്ത് ബൂലാഖ്. മത്ബഅത്തുൽ ബൂലാഖ് 1821 സ്ഥാപിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഫ്രഞ്ചുകാര് അവരുടെ ഇൻവേഷനോടൊപ്പം കൊണ്ടുവന്ന 2 പ്രിന്റിംഗ് പ്രസ്സുകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രിന്റിംഗ് പ്രസ്സിനെ അവർ മടങ്ങി പോകുമ്പോൾ ഈജിപ്തിൽ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത് പുനരുദ്ധരിപ്പിച്ചിട്ട് മുഹമ്മദ് അലി ഭാഷ സ്ഥാപിക്കുന്ന പ്രസ്സാണ് മത്ബഅത്ത് ബൂലാഖ്. അതാണ് 1821 പ്രിന്റിംഗ് പ്രസ്. അതിന് കൂടാതെ 1610 തുടങ്ങുന്നത് അൽ മത്ബഅത്തുൽ മാറൂനിയ എന്ന് പറയുന്നത്. അതുപോലെ അൽ മത്ബഅത്തുൽ കാത്തോലിക്കിയ 1853, 1610 അൽ മത്ബഅത്തുൽ മാറൂനിയ, 1853 സ്ഥാപിച്ച മത്ബഅത്തുൽ കാത്തോലിക്കിയ. ഇത് രണ്ടും യൂറോപ്യൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറി ആവശ്യങ്ങൾക്ക് ആവശ്യമായ പ്രിന്റിങ്ങിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രസ്സുകളാണ്. പിൽക്കാലത്ത് മറ്റു പ്രസിദ്ധീകരണങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതാണ് ആദ്യത്തെ സംരംഭങ്ങൾ. അതിനെ കൂടാതെ പ്രധാനപ്പെട്ട മത്ബഅത്തുൽ ബൂലാഖാണ്, മുഹമ്മദ് ഭാഷ സ്ഥാപിച്ചാണ്. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ അതിനൊക്കെ ഒരു ദിശാപരമായ, നേതൃപരമായ ഒരു നേതൃപരമായ പങ്ക് വഹിച്ചത് മുഹമ്മദ് അലി ഭാഷയാണ്. അദ്ദേഹം ഉസ്മാനിയ ഭരണകൂടത്തിന്റെ ഗവർണർ ആയിരുന്നു ഈജിപ്തിലെ. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് ഈജിപ്തിന്റെ സ്വതന്ത്ര ഭരണം നിർവഹിക്കുന്ന ഒരാളായി മാറും. നമുക്കറിയാം, തുർക്കി ഭരണത്തിന്റെ പരിസമാപ്തി സംഭവിക്കുന്നത് ഓരോ പ്രവിശ്യകളിലെയും അവർ നിർണയിച്ച ഗവർണർമാർ കേന്ദ്ര ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായ സ്വന്തം ഭരണകൂടങ്ങൾ സ്ഥാപിക്കുന്നത്. അതായത് മുഹമ്മദ് അലി ഭാഷയ്ക്ക് മുമ്പ് തന്നെ, ഫാത്തിമിയാക്കളുടെ കാലത്ത് മുതൽ തന്നെ ഈജിപ്തിലെ ഭരണം തുർക്കി നേതൃത്വത്തിന്, സുന്നികൾക്ക് നഷ്ടമായി. ഫാത്തിമികള് ശരിക്കും ഷിയാക്കളാണ്. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ലോകത്ത് മാറ്റങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ സെറമോണിയലായിട്ട് ഔദ്യോഗികമായി മുഹമ്മദ് അലി ഭാഷ ഉസ്മാനിയ ഖിലാഫത്തിന്റെ, ഉസ്മാനിയ ഭരണകൂടത്തിന്റെ ഗവർണറാണ്. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സമയം പോകുന്നുണ്ട്, അതുകൊണ്ട് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അവാമിലുൻ നഹ്ല, ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അവാമിലുൻ നഹ്ല എന്ന് പറയുമ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അൽ മദാരിസ് വൽ ജാമിഅത്ത്, അത് ഞാൻ പറയുന്നില്ല, ആവർത്തിക്കുന്നില്ല. പിന്നെ ജാമിഅത്തുൽ അസ്ഹറും ജാമിഅത്തുൽ മിസ്രിയയും ജാമിഅത്തുൽ ഇസ്കന്ദറിയയും കാഹിറത്തുൽ ജദീദ സുയൂത്തി, ഇതും പറയുന്നില്ല. ഒന്നാമത്തെ ഹർക്കത്ത് തർജമ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ അത് ആവർത്തിക്കാം. പക്ഷെ ഓരോ 15 മിനിറ്റ് ഒരു ക്ലിപ്പിങ്ങിന് എടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ അത് പറയാം. അപ്പോ അൽ ജാമിഅത്തുൽ മിസ്രിയ പറയുന്നതിന് മുമ്പ്, ജാമിഅത്തുൽ മിസ്രിയ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവാമിലുൻ നഹ്ല എന്ന് പറയുന്നത് മദാരിസുകളുടെ വിശദീകരണം ഞാൻ പറയാം. നേരത്തെ പറഞ്ഞതാണെങ്കിലും പറയാം. مع استعمار الفرنسا وصلت الوفود التبشيرية المسيحية إلى البلاد العربية، وكان الشام أول منطقة عربية تتصل بالغرب في هذا السبيل. نزلت مثل هذه الوفود في الشام في القرنين 11 و12 الهجريين،
وفتح المدارس والمعاهد وسيلة لأداء رسالتهم التبشيرية ولما അതുപോലെ في لبنان. ഇതാണ്. അപ്പോ ഈ രണ്ട് എന്നിട്ട് അത് പറഞ്ഞു ജാമിയത്തുൽ അംരീക്കിയ ജാമിയത്തുൽ യസൂഇയ്യ എന്ന് പറയുന്ന രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഈജിപ്ഷ്യൻ ഭരണകാലത്തോടെ സ്ഥാപിക്കുന്നത്. അവാബിൽ അഹ്മദ് മദാരിസിൽ പറയുന്നതാണ്. ഞാൻ ആ കാര്യം ഇവിടെ ടെക്സ്റ്റില് ഈ ക്ലിപ്പില് പവർ പോയിന്റ് ക്ലിപ്പിൽ വിശദീകരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുള്ള നോട്ടിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജാമിയത്തുൽ അംരീക്കിയ ജാമിയത്തുൽ യസൂഇയ്യ, ജസ്യൂട്ട് യൂണിവേഴ്സിറ്റി, അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഇതിനെ ലെബനാൻ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിക്കുന്നതാണ് ഈ മദാരിസ് വൽ ജാമിയാത്ത് എന്ന് പറയുന്ന സംഭവം. ഇവിടെ നമ്മൾ ഇസ്രായേലിൽ കാണുന്ന മദാരിസ് വൽ ജാമിയാത്ത് എന്ന് പറയുന്ന വിഷയം. ലമ്മ വല്ല മുഹമ്മദ് അലി അല ഹുക്കും ലമ്മ വല്ല മുഹമ്മദ് അലി അല ഹുക്കും മിസ്ർ بعد حملة نابليون أنشأ المدارس العلمية المختلفة فيها وأقواها مدرسة الطب ومدرسة الألسن ومدرسة الدارالعلوم. ഈ മൂന്നും അങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഇൻവേഷനോടുകൂടി ഫ്രാൻസ് അവസരത്തിൽ വഫൂദുൽ തബ്ഷീറിൽ മസീഹ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞാണ്, അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞാനിത് പിന്നീട് സന്ദർഭികമായിട്ട് സമയത്തേക്ക് തിരിച്ചു വരാം. ജാമിയത്തുൽ അസ്ഹർ ജാമിയത്തുൽ അസ്ഹറിന്റെ പ്രസ്താവനം എങ്ങനെയാണെന്ന് പറയുന്നതിന് മദാരിസ് ഒന്നുകൂടെ പറയണം. 6 മിനിറ്റ് കഴിഞ്ഞു. അപ്പോ مدرسة الطب مدرسة الألسن مدرسة الدارالعلوم. أنشئت مدرسة الطب لأجل الجيش وأقيم بجانبها مستشفى لتمرين الطلاب ولمعالجة المرضى. ومدرسة الألسن أسست لتخرج المترجمين حين احتاجت إليهم لترجمة الدروس في اللغة الفرنسية للعربية للطلبة. പ്രധാനമായിട്ട് ഇത് മദ്രസത്തുൽ തിബ്ബാണ് പ്രധാനമായിട്ട് സ്ഥാപിക്കുന്നത്, മെഡിക്കൽ സ്ഥാപനമാണ്. പക്ഷെ അവിടുത്തെ അധ്യാപകരെല്ലാം ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് മദ്രസത്തുൽ തിബ്ബിന് അനുസൃതമായ അതിന് വേണ്ടുന്ന സപ്പോർട്ടിന് വേണ്ടിയാണ് മദ്രസത്തുൽ അൽസിൻ സ്ഥാപിക്കുന്നത്. ദാറുൽ ഉലൂമ് നമ്മുടെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ പാരമ്പര്യ രൂപത്തിലുള്ളതും നവീന ആധുനികവുമായ രൂപത്തിൽ രണ്ട് വിജ്ഞാന രീതികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ലക്ഷ്യബോധത്തോട് സൃഷ്ടിച്ച വിജ്ഞാന സ്ഥാപനമാണ് ദാറുൽ ഉലൂം. ഇതെല്ലാം മുഹമ്മദ് അലി ഭാഷയാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ ജയ്ഷ്, യഥാർത്ഥത്തിൽ മദ്രസത്തുൽ ജയ്ഷ് അത് സൈനിക വിദ്യാലയത്തിന് സൈനികരെ ചികിത്സിക്കാൻ വേണ്ടിയാണ് മദ്രസത്തുൽ സ്ഥാപിക്കുന്നത്. സൈനികരെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള തദ്ദേശീയരായ ഡോക്ടർമാരെ ഉണ്ടാക്കിയെടുക്കണം. സൈന്യം വേണം, സൈനികരെ ചികിത്സിക്കാൻ ഡോക്ടർമാർ വേണം. അപ്പൊ അതിനുവേണ്ടി മദ്രസത്തുൽ സ്ഥാപിക്കണം. മദ്രസത്തുൽ തിബ്ബിലുള്ള പഠന വിദ്യാർത്ഥികൾക്ക് ഫ്രഞ്ച് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിവർത്തകരെ വേണം. അതിന് മദ്രസത്തുൽ അൽസിൻ ഉണ്ടാക്കി. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, മദ്രസത്തുൽ തിബ്ബ് അജ്ലിൽ ജയ്ഷ്, മദ്രസത്തുൽ തിബ്ബ് സൈന്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. വഖീമ ബിജാനിബ അതിന്റെ അനുബന്ധമായി സ്ഥാപിച്ചു. മുസ്തഷ്ഫ ഒരു ആശുപത്രിയും ലീ തംരീനി തുല്ലാബ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം കിട്ടണം. വലി മുആലജത്തുൽ മർള അതുപോലെ രോഗികളെ ചികിത്സിക്കാനും. മദ്രസത്തുൽ അൽസിൻ أسست لترجمة المترجمين حين احتاجت إليهم لترجمة الدروس في اللغة الفرنسية للعربية للطلبة. അപ്പോ ഫ്രഞ്ച് ഭാഷയിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മെഡിക്കൽ ക്ലാസുകൾ അവരുടെ അറബി ഭാഷയിലേക്ക്, അവരുടെ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് ആവശ്യമായ മുത്തർജിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മദ്രസത്തുൽ അൽസിൻ സ്ഥാപിച്ചത്. നുഖലത്തുൽ കുതുബുത് തിബ്ബിയ്യ വൽ അസ്കരിയ്യ ഇലൽ അറബിയ്യ, മറ്റൊന്ന് ഈ അതിനെ തുടർന്ന് വരുന്ന ഹർക്കത്ത് തർജുമയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം മെഡിക്കൽ ഗ്രന്ഥങ്ങൾ പ്രധാനമായിട്ടും മറ്റെല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളോടൊപ്പം പ്രധാനമായും യൂറോപ്പിലെ ഫ്രഞ്ചിലെ ഭാഷയിലുള്ള മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭമുള്ളത്. അതുപോലെ അത് അപ്പോളോട് ഞാൻ ചുരുക്കി വേഗം പറയാം, 15 മിനിറ്റിലെ അവസാന സമയമാണ്. തിബാ അത് പറഞ്ഞല്ലോ, തിബാ അൽ മത്ബഅത്തുൽ മാറൂനിയ 1610, മത്ബഅത്തുൽ കാത്തോലിക്ക 1853, സലാസ് മത്താബിഅൻ അല്ലതി ദഖലത് മിസ്ർ മഅ നെപ്പോളിയൻ. നേരത്തെ പറഞ്ഞു രണ്ട് യഥാർത്ഥത്തിൽ 3 പ്രസ്സുകൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു. അതിലൊന്നാണ് മത്ബഅത്ത് ബുലാക്ക് 1821 മുഹമ്മദ് അലി ഭാഷ സ്ഥാപിക്കുന്നത്. അത് ഇതിന്റെ യൂറോപ്പിലെ ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന പ്രസ്സുകളിൽ ഒന്നിനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. എന്താണ് മത്ബഅത്ത് ബുലാക്കിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്? തിബാഅത്തു ഉയൂൻ തുറാസുൽ അറബി, അതായത്
അറബ് പാരമ്പര്യത്തിലെ ഏറ്റവും കണ്ണായ അടിസ്ഥാനപര മൗലിക സ്രോതസ്സുകളായ ഗ്രന്ഥങ്ങളാണ് ഈ മത്ബഅത്ത് ഊലാക്ക് പ്രസിദ്ധീകരിച്ചത്. അതുവരെ പ്രിന്റിംഗ് മഷി പോലുള്ള വളരെ കരുത്തുറ്റ മൂലസ്രോതസ്സുകളായ അറബി ഭാഷയിൽ വിരചിതമായ പുസ്തകങ്ങളെയാണ് അതിൽ നമുക്ക് താജുൽ അറൂസ് പോലെയുള്ള ഡിക്ഷണറികളൊക്കെ ഒരുപാട് അൽ മത്ബഅത്തുൽ അംരീക്കിയ വൽ മക്തബത്തുൽ യസൂഇയ്യ ഫി ബറൂത്ത് ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അസ്സിഹാഫ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു മൗലികമായ ഫ്രഞ്ച് ഇൻവേഷൻ കൊണ്ടുണ്ടായ ഒരു പരിവർത്തനം യഥാർത്ഥത്തിൽ അതിന്റെ ഒരു അസരിയാത്തിൽ വന്ന് സംഭവിച്ചതാണ്. അതുകൊണ്ട് അവാമിൽ നഹ്ല എന്നെടുത്ത് പറയുന്നിടത്ത് മദാരിസ് ജാമിയാത്ത് എന്ന് പറഞ്ഞു, ഹർക്കത്ത് തർജുമ പറഞ്ഞു, തിബാ പറഞ്ഞു, അസ്സഹാഫ അൽ വഖാഇൽ മിസ്രിയ അതാണ് ഏറ്റവും മൗലികമായി പറയുന്നത്. മുഹമ്മദ് അലി ബാഷ സ്ഥാപിച്ച തന്നെയാണ് 1828 വഖാഇൽ മിസ്രിയ. ആ പുസ്തകം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ജേണലാണ് മിർആത്തുൽ അഹ്വാൽ 1855. പിന്നൊന്ന് ഹദീഖത്തുൽ അഖ്ബാർ, മറ്റൊന്ന് അൽ ജവാഇദ് അതാണ് അഹമ്മദ് ഫാരിസ് ഷിദിയാഖ് ആസ്ഥാനയിൽ സ്ഥാപിച്ച, അതായത് കോൺസ്റ്റാന്റിനോപ്പിളിൽ അഹമ്മദ് ഫാരിസ് ഷിദിയാഖിന്റെ നേതൃത്വം സ്ഥാപിച്ച ഒരു ജേണലാണ് അൽ ജവാഇദ്. അപ്പൊ അൽ വഖാഇൽ മിസ്രിയാണ് ഏറ്റവും പ്രധാനമായിട്ട് മൗലികമായിട്ട്. അതുപോലെ അൽ യഅസൂബ് ജസ്യൂട്ട് എന്ന് പറഞ്ഞു മജല്ലത്തുൻ തിബ്ബിയ ഷഹരിയ അറബിയ. യഥാർത്ഥത്തിൽ ഈ യഅസൂബ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ജേണലാണ്, പക്ഷെ അതിന്റെ തലക്കെട്ട് അൽ യഅസൂബി എന്നാണ്. അത് വേറെ. മജല്ലത്തിൽ തിബ്ബിയ ഷഹരിയ അറബിയ ഒരു മാസത്തിൽ ഒരു മന്ത്ലി ആയിട്ടാണ് ഒരു മെഡിക്കൽ ജേണൽ ഇറങ്ങുന്നത്. ഇത് അവ്വലു മജല്ല അറബിയ ഫിൽ ആലം. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ പ്രത്യേകത ഞാൻ ആദ്യത്തെ അറബ് ജേണൽ, ലോകത്തിലെ ആദ്യത്തെ അറബ് ജേണലാണിത്. അതുകൊണ്ട് നുസ്ഹത്തുൽ അഫ്കാർ, റൗളത്തുൽ മദാരിസ് അൽ മിസ്രിയ, അൽ അഹ്റാം, അൽ വതൻ, അൽ മുഅയ്യദ്, അൽ ലിവ ഇതൊക്കെ അസ്സിഹാഫ ആ കാലത്തുണ്ടായിട്ടുള്ള പിന്നീട് മൗലികമായ പ്രസിദ്ധീകരണങ്ങൾ. ഏറ്റവും മൗലികമായ ഏറ്റവും മുമ്പിലുള്ളത് അൽ വഖാഇൽ മിസ്രിയാണ്. ഇതിപ്പോൾ ഇവിടെ അവസാനിക്കും. 12 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ തുടർച്ചയായിട്ട് ഈ അവാമിൽ നഹ്ല യഥാർത്ഥത്തിൽ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ അവാമിൽ നഹ്ല മദാരിസ്, അതുപോലെ ജാമിഅത്ത്, അതുപോലെ ജാമിഅൽ മിസ്രി, അതിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണമായ നോട്ടുകൾ നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അത് ഞാൻ ഒന്നുകൂടെ ഇനി ഈ സ്ലൈഡുകൾ വിശദീകരിക്കാതെ ഇതിന്റെ തന്നെ ഈ അവാമിൽ നഹ്ല തന്നെ സഹാഫ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വിശദീകരിച്ചു തരും. അത് കഴിഞ്ഞിട്ട് അവാമിൽ നഹ്ല സെക്കൻഡ് സ്ലൈഡിലേക്ക് പോകും. അവാമിൽ നഹ്ലയുടെ 1ാം സ്ലൈഡിലാണ് ഇതുള്ളത്. അതിൽ നമ്മൾ അൽ മദാരിസും അൽ ജാമിഅത്ത് പറഞ്ഞു. അതിൽ ജാമിഅത്തുൽ അസ്ഹറിന്റെ പിൽക്കാലത്തുള്ള മുഹമ്മദ് അലി ബാഷയുടെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ പറയുന്നു. പിന്നെ ജാമിഅത്തുൽ ഇപ്പൊ നമ്മൾ മുഹമ്മദ് അലി ബാഷയുടെ കാലവും ഈജിപ്ഷ്യൻ ഫ്രഞ്ച് ഇൻവേഷന് ശേഷമുള്ള കാലം മുഹമ്മദ് അലി ബാഷയുടെ ഭരണകാലത്തെ കുറിച്ച് മാത്രമേ പറയൂ. ഇനിയും ഇസ്മായിൽ ബാഷയുടെ കാലമുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ അസ്ബാബുകൾ വിശദീകരിക്കുമ്പോഴത്തേക്കും വേറെയും ചില ക്ലിപ്പുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. എന്തായാലും ഇതൊരു ലൈവ് ക്ലാസ് റൂമിന്റെ ഇഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് എത്രത്തോളം ഫലപ്രദമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൂടുതൽ വിശദീകരിക്കുന്നതിൽ അടുത്ത അവാമിൽ നഹ്ല 2ാമത്തെ സ്ലൈഡ് നിങ്ങൾ കാണുക. അൽ ഇഹ്യാ തുറാസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്. പിന്നെ ജംഇയ്യാത്ത് അഹ്ലിയത്ത്, അതുപോലെ അൽ മക്തബാത്തുൽ ആമ്മ, ഇഹ്യാ തുറാസ് അൽ മക്തബാത്തുൽ ആമ്മ എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് 3ാമത്തെ സ്ലൈഡ് എന്ന് പറയുന്നത് അൽ മജാമിഉൽ ഇൽമിയ അൽ ഇസ്തിശ്റാഖ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ 3 സ്ലൈഡുകളിലൂടെ അവാമിൽ നഹ്ല ചുരുക്കി സംക്ഷിപ്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ലൈഡ് മാത്രമേ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളൂ, 2 സ്ലൈഡ് ബാക്കിയുണ്ട്. പിന്നെ അസാത്തീൻ നഹ്ല ഉണ്ട്. അസാത്തീൻ നഹ്ല അതുപോലെ എണ്ണി പറയുന്നുണ്ട്. 7 പ്രമുഖമായ വ്യക്തിത്വങ്ങൾ, ഈ ചാലക ശക്തികളായ ഈ 7 വ്യക്തിത്വങ്ങളാണ് പിന്നെ നഹ്ലത്തിനെ അതായത് നവോത്ഥാനത്തിന് നായകരായി പ്രവർത്തിച്ചത്. അത് നമ്മൾ വിശദീകരിക്കും. അത് കഴിഞ്ഞ് അത് ഓരോരുത്തരുടെയും ബയോഗ്രഫിയും കൂടെ ഒന്ന് വിശദീകരിക്കുന്നതോടെ ആ യൂണിറ്റ് അവസാനിക്കുള്ളൂ. എന്തായാലും അടുത്ത തുടർച്ചയായിട്ട് ക്ലിപ്പുകൾ ഇനി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇനി ഇത് കസ്റ്റമാറ്റിക്കിലും കൂടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ ഫോർമാറ്റില് ലൈവ് ക്ലാസ് റൂമിൽ ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എല്ലാം 15 മിനിറ്റ് വെച്ച് അപ്ലോഡ് ചെയ്യാവുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് 15 മിനിറ്റിനുള്ള മെറ്റീരിയലുകൾ മാത്രമായിട്ട് ചെയ്യാം. ഒരു ദിവസത്തിൽ 2 3 15 മിനിറ്റുകൾ ചെയ്താലേ തീരുള്ളൂ. ഇൻഷാ അല്ലാഹ്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.